അമ്മേ ഉണ്ണിയമ്മേ കുമ്പടി വന്നു. അനിൽകുമാർ, ഈ പാരഡി പാട്ടിൽ CPM കണ്ട പ്രശ്നം എന്താണ്? ആദ്യമായിട്ട് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ, അതുകൊണ്ട് ഇനി ഈ തിരഞ്ഞെടുപ്പിനെ ഇതെങ്ങനെ ബാധിച്ചു അല്ലെങ്കിൽ ഇതിൽ പ്രശ്നം എന്താണ് എന്നുള്ളത് ഒരു മാറ്റവും ഇല്ലല്ലോ. നമ്മൾ ചത്ത കൊച്ചിന് ജാതകം എഴുതുക എന്നൊരു നാടൻ പ്രയോഗമുണ്ടല്ലോ, ആ പ്രയോഗം പോലെ ഒരു കാര്യമാണ്. അതുകൊണ്ട് ആദ്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം, എന്തോന്നാടോ ഇത്, എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിനെ സമ്പൂർണ്ണമായി നിലംപരിശാക്കി എന്ന UDFന്റെ അവകാശവാദം ഇന്ന് മലയാള മനോരമ തന്നെ പൊളിച്ചിട്ടുണ്ട്. വോട്ടിൻ്റെ കണക്ക് പല മാധ്യമങ്ങളിലും എഴുതിയിട്ടുണ്ട്. നിങ്ങളത് കുറച്ചുകൂടി പൂർണ്ണമല്ലെങ്കിലും ഒരു കണക്ക് വൃത്തിയായിട്ട് എഴുതിയിട്ടുണ്ട്. ആ കണക്കിൽ ഞാൻ കണ്ടൊരു കാര്യം, ഇത്തരം ഒരു പാട്ടുകളും ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം. ചരിത്രപരതയിൽ ഇതിനെയൊന്നും തെല്ലുപോലും വകവെച്ചിട്ടില്ലാത്ത ഒരു പാർട്ടിയുടെ പേരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പുല്ല് വില വെച്ചിട്ടില്ല. രാജു എബ്രഹാം നിങ്ങളുടെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി അല്ലേ ഇപ്പോഴും? എവിടെ ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. പാരഡിയെ പേടിയോ? അല്ല, ഞാൻ പറയട്ടെ സാർ, ഞാൻ പറയട്ടെ സാർ, 5 മിനിറ്റ് താങ്കൾ നിങ്ങൾ പറഞ്ഞു എനിക്കൊരു കഴിഞ്ഞാൽ പുതിയ ഞാൻ വിവരം ചോദിക്കുന്നത്. പറഞ്ഞതിന് നന്ദി. ഞാൻ ഇന്നലെ വരെ ആലോചിച്ചത് അല്ല, 5 മിനിറ്റ് താങ്കൾ പറഞ്ഞു ഞാനൊന്ന് കഴിഞ്ഞാണല്ലോ ഞാൻ പറയട്ടെ. ഇടപെടുന്നത്. അപ്പൊ ഈ ചോദ്യം ഞാനിപ്പോൾ നിങ്ങളുടെ കേൾക്കൂ. ഇൻട്രോയിൽ നിങ്ങൾ ഈ പാട്ട് കേൾപ്പിച്ചു. അല്ലല്ല, പറഞ്ഞു കഴിഞ്ഞില്ല. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ, പറയാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. എപ്പോ കഴിയും? നിങ്ങൾ ഇൻട്രോയിൽ ഈ പാട്ട് കേൾപ്പിച്ചു. എപ്പോ കഴിയും? ഇപ്പൊ അല്ലല്ല, നിങ്ങൾ ഇൻട്രോയിൽ പാട്ട് കേൾപ്പിച്ചില്ലേ? ആ പാട്ടിനെ കുറിച്ച് എനിക്ക് പറയണ്ടേ? അല്ല, ചോദ്യത്തിന് ഉത്തരം വേണം. നമ്മൾ ചർച്ച. ഞാൻ പറയട്ടെ, അപ്പൊ 5 മിനിറ്റ് താങ്കൾ സംസാരിച്ചു. 5 മിനിറ്റ് താങ്കളെ മിണ്ടാണ്ടിരുന്ന് കേട്ടിട്ട് ഞാൻ ചോദിക്കുന്നു, രാജു എബ്രഹാം താങ്കളുടെ പാർട്ടിയുടെ നേതാവല്ലേ ഇപ്പോഴും എന്ന്? ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണൽ വിൽക്കാൻ പോണു. അല്ല, അതൊരു ചോദ്യമല്ല, അതിന് ഉത്തരം വേണ്ട ചോദ്യമല്ല. നിങ്ങൾക്ക് അല്പമെങ്കിലും അറിവുണ്ട്, അറിയാമല്ലോ. അപ്പൊ അദ്ദേഹം ഇന്ന് പറഞ്ഞത് ഈ പാട്ടൊരു പ്രശ്നമാണ്. ഈ പാട്ട് വെച്ചു. ഒരൊറ്റ നിമിഷം. അദ്ദേഹം ഇന്ന് പറഞ്ഞത് ഈ പാട്ടൊരു പ്രശ്നമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഞങ്ങൾ അതിൽ പരാതി നൽകുന്നു പറയുന്നു. നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ? അദ്ദേഹം നിങ്ങളുടെ പാർട്ടി നേതാവായിരിക്കെ. പക്ഷേ അദ്ദേഹത്തിന്റെ വാക്കുകൾ തള്ളിക്കൊണ്ടാൽ താങ്കൾ ഇവിടെ സംസാരിക്കുമ്പോൾ എനിക്ക് ചോദ്യം ഉണ്ടാവും, സ്വാഭാവികമാണ്. അദ്ദേഹം പറയുന്നു ഈ പാട്ട് പ്രശ്നമാണ്, ഗൗരവതരമാണ്, ഇതൊരു നടക്ക് പോണ മാതിരില്ല, തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണ്, കേസ് കൊടുക്കും, പരാതി കൊടുക്കുമെന്ന്. ഈ പാട്ട് ഞങ്ങൾക്കൊരു പുത്തരിയല്ല എന്ന് താങ്കൾ ഇപ്പോൾ ഇവിടെ നിന്ന് പറയുന്നു. എന്താണ് CPMന്റെ നിലപാടുണ്ടോ? ഒരു നിലപാടുണ്ടോ? അത് ഉത്തരം പറ. അത് ഇതിനേക്കാൾ വലുത് കേട്ടിട്ട് ഉടുക്കൂട്ട് പേടിപ്പിക്കണ്ട കേട്ടോ. നിങ്ങളുടെ ഈ ഇന്നത്തെ കാർഡിന്റെ തലക്കെട്ടല ഞാൻ തുടങ്ങിയിരിക്കുന്നത്, രാജു എബ്രഹാമിന്റെ വർത്തമാനത്തിലല്ല. 5 മിനിറ്റ് പറഞ്ഞപ്പോൾ ഞാൻ മിണ്ടാണ്ടിരുന്ന കേട്ടിട്ടാണല്ലോ ഞാൻ ചോദിക്കുന്നത്. ഞാൻ പറയട്ടെ സാർ. ഇല്ലല്ല, പാരഡിയെ പേടിയോ? ഞാൻ പറയാൻ കൊണ്ടോ തുടങ്ങട്ടെ. ശരി, ആ പാട്ട് ചോദ്യമുണ്ട്. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. എനിക്ക് സമയം വേണ്ടെന്നേ. അങ്ങനെ പറയരുത്. താങ്കൾക്ക് സമയം തരാമെന്നാ പറഞ്ഞത്. പരാതി വേണ്ട, താങ്കൾക്ക് സമയം തരാം. താങ്കൾ പറഞ്ഞിട്ട് പറയട്ടെ. ഞാൻ പറയട്ടെ. ഞാനിപ്പോ നിങ്ങൾ ഈ പറഞ്ഞ 3 മിനിറ്റ് കൊണ്ട് എന്റെ പണിയെല്ലാം തീർത്താനെ. നിങ്ങൾ അസ്വസ്ഥനാകുന്നുണ്ട്, അവതാരകൻ ഇങ്ങനെ നിലവാരം താഴരുത്. ഞാൻ ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ. ഞാനൊന്ന് പറയട്ടെ സാർ, നിങ്ങളൊരു അവതാര പാട്ട് കേൾപ്പിച്ചുകൂടെ? പാരഡി പാട്ട് കേൾപ്പിച്ചു. ഞങ്ങൾ പേടിക്കേണ്ട പാട്ട് ഏതാണ്? പോറ്റിയെ കയറ്റി എന്നുള്ള പാട്ടല്ലേ പേടിക്കേണ്ട പാട്ട്? മനോരമ ഉത്തരം പറയണം, കോൺഗ്രസിന്റെ ഉത്തരമല്ല. നിങ്ങൾ ഇന്ന് ഈ പാട്ട് ഏറ്റെടുത്തു, നിങ്ങളുടെ ഇൻട്രോയിൽ കേൾപ്പിച്ചു. ഈ പാട്ട് നിങ്ങൾക്ക് പേടിയാണെന്ന് മനോരമ ചോദിക്കുന്നത്. എന്റെ ചോദ്യം മനോരമയോടാണ്. മനോരമ ഉത്തരം പറയും. എന്താണ് എന്റെ ചോദ്യം? നിങ്ങളുടെ ഇൻട്രോയിലെ പാട്ട് അതിലേക്ക് ഇങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്യണ്ട. ഇൻട്രോയിൽ വന്നത് വലിയ സംഭവമൊന്നുമല്ല. ഇന്നിപ്പോ CPM ഇതിനെ രംഗത്ത് വരുന്നതുകൊണ്ടാണ് അത് ഇൻട്രോയിൽ പോലും വന്നത്, വാർത്തയിലും വരുന്നത്. അത്രേ ഉള്ളൂ. ഞാൻ മനോരമയ്ക്ക് അയച്ചു തരാം ചിത്രം. എന്താണ്? റാഷിദിന് അയച്ചു തരാം. 2012 പ്രയാർ ഗോപാലകൃഷ്ണന്റെ കൂടെ ഈ പോറ്റ് ശബരിമല നിൽക്കുന്ന പടം ഞാൻ അയച്ചു തരാം.
അവന്റെ വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും. നമ്പർ 10 ബദിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ അമ്മയുടെ അടുത്ത് ഈ പോറ്റിയെ കൊണ്ടുപോയി. അമ്മയ്ക്ക് എന്തോ കൊടുക്കുന്നുണ്ട് സോണിയാഗാന്ധിക്ക്. എന്റെ പൊന്നു വായി എന്നെ കുഴപ്പിക്കരുത്. പക്ഷെ ചോദിക്കുന്ന ചോദ്യത്തിന് വളരെ സ്ട്രെയിറ്റ് ആയി ഉത്തരം പറഞ്ഞാൽ പ്രേക്ഷകർക്ക് കുറച്ചുകൂടി ഉപകാരമാകുമെന്ന് ഞാൻ താങ്കളോട് എളിമയായി അഭ്യർത്ഥിക്കുകയാണ്. അത് മാനിക്കണം താങ്കൾ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഒരു അഭ്യർത്ഥനയാണ് ഒരു അവതാരകന്റെ. 100% ഞാൻ യോജിക്കുന്നു. അതായത് ചോദിക്കുന്ന ചോദ്യം ഇത്രയേ ഉള്ളൂ. CPM-ന് ഈ പാട്ടിനോട് എതിർപ്പുണ്ടോ ഇല്ലയോ? ഈ പാട്ട് നിയന്ത്രിക്കണമെന്നോ ഇത് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണെന്നോ നിങ്ങൾക്ക് ഔദ്യോഗികമായി ഒരു നിലപാടുണ്ടോ? പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം പറയുന്നതാണോ അനിൽകുമാറിന്റെയും നിലപാട്? അതല്ല, അത് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാമിന്റെ മാത്രം നിലപാടാണോ? ഒരു മിനിറ്റൂടെ സമയം തരും. ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടിയ ഉപകാരമാണ് അനിൽകുമാർ. ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. ശരി. ഈ പോറ്റിയെ ശബരിമലയെ കയറ്റിയത് കോൺഗ്രസ് എന്ന് മാത്രമല്ല, കോൺഗ്രസ്സുകാർ സോണിയാഗാന്ധിയുടെ അടുക്കള വരെ കൊണ്ട് ഈ പോറ്റിയെ കയറ്റി. ആ പോറ്റിയെ കയറ്റിയപ്പോൾ നടുക്ക് നിൽക്കുന്ന ആന്റോ ആന്റണി ഈ പാട്ട് പാർലമെന്റിന് മുന്നിൽ പാടുന്ന കണ്ടു. കവി തല്ലുവാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നു. ആ പോറ്റി സ്വന്തം പോറ്റിയാന്ന് പറയുന്ന അടൂർ പ്രകാശ് ആ കൂടെ നിൽക്കുന്ന ചിത്രം ഞാൻ കണ്ടു. അതുകൊണ്ട് നിങ്ങളുടെ ഈ പാട്ടിൽ എഴുതിയ ആ പാട്ടെഴുത്തുകാരനോടും പാടിയ ലീഗുകാരോടും എന്നിട്ട് പോറ്റിയെ കയറ്റിയത് കോൺഗ്രസ് ആണ് എന്ന് പറയുക എന്നുള്ളതാണ് എൻ്റെ രാഷ്ട്രീയ മറുപടി. ഭയങ്കരം തന്നെ. ഒരു തെരഞ്ഞെടുപ്പിൽ ഇത് ദുരുപയോഗിച്ചു. തെരഞ്ഞെടുപ്പിൽ ദുരുപയോഗിച്ചാൽ പരാതി കൊടുക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് അവകാശമുണ്ട്. വിശ്വാസം ദുരുപയോഗിച്ചു എന്ന് ഒരാൾക്ക് തോന്നിയാൽ അവർക്ക് പരാതി കൊടുക്കാൻ അവകാശമുണ്ട്. സമ്മതിച്ചേ? ആണല്ലോ. ഈ പാട്ടിന്റെ ഈണത്തിലാണോ വിശ്വാസ ദുരുപയോഗം? അതല്ല, പാട്ടിലെ വരികളിലാണോ? ഈ വിശ്വാസ ദുരുപയോഗം എന്ന പോയിന്റ് നിങ്ങൾ കാണുന്നത് എവിടെയാണ്? അതല്ല ഉദ്ദേശം. ഞാൻ മാറി. ശബരിമല എന്ന് കേട്ടാൽ ഉടനെ സുവർണാവസരം കാത്തിരിക്കുന്ന വാ പിളർന്നു നിൽക്കുന്ന ചെന്നായാണ് RSSും BJPയും. അത് വെച്ച് കളിക്കാൻ UDFും താനൂരിലെ ലീഗുകാരും നമ്മുടെ കേരളം BJPയും എടുത്ത് കളിച്ചോട്ടെ എന്ന് പറഞ്ഞ് ഇട്ടുകൊടുക്കുന്നത് ഇപ്പൊ CPM ആണോ? സത്യം. ഞാൻ ആ വ്യാളി തലതല്ലി ചാവും. CPM-ന് RSSനും BJPക്കും നിങ്ങൾ ഇത് ഈ പാട്ടിൽ ഇങ്ങനെ ഒരു സാധ്യതയുണ്ട്, RSS BJPയെ വരൂ ഇത് ഉപയോഗപ്പെടുത്തൂ എന്ന് പറയുന്ന പണിയാണോ ഇപ്പൊ CPM എടുത്തുകൊണ്ടിരിക്കുന്നത്? നല്ല ചോദ്യം. അടുത്ത ചോദ്യം. ശബരിമല സുവർണാവസരമാണ് എന്ന് പറഞ്ഞത് ഞങ്ങളല്ല, BJPയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. അങ്ങനെ ശബരിമലയെ ദുരുപയോഗിക്കാൻ BJP ശ്രമിക്കുകയും അങ്ങനെ ശബരിമലയെ ഇപ്പോൾ തന്നെ ദുരുപയോഗിക്കാൻ വീണ്ടും ശ്രമിച്ച BJPയെ ഞങ്ങൾ വിലക്കിയപ്പോൾ മുസ്ലിം ലീഗ് നേതൃത്വത്തിൽ ഇത്തരമൊരു പാട്ടുണ്ടാക്കി വളരെ ഗോപ്യമായി വളരെ ഈ തെരഞ്ഞെടുപ്പിന് 2 ദിവസം മുമ്പ് പ്രചരിപ്പിച്ചു. ഇപ്പോഴാണ് ശ്രദ്ധപ്പെട്ടപ്പോൾ അത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് ദുരുപയോഗത്തിന് വേണ്ടി ഉണ്ടാക്കിയ കള്ളം നിറഞ്ഞ പാട്ടാണ്. മനസ്സിലാക്കി കളഞ്ഞല്ല. അത് രാഷ്ട്രീയമായി അതിനോടുള്ള പ്രതികരണം നിയമപരമായിട്ടുണ്ട്. 2, ഏതെങ്കിലും വിശ്വാസികൾ അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു പരിശോധനയ്ക്ക് നിയമപരമായി സമീപിച്ചാൽ നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ, അത് നിയമപരിശോധന നടക്കട്ടെ എന്ന നിലപാട് ഞങ്ങൾക്കുള്ളൂ. ഓഹോ, ഇന്നിനി നീ മിണ്ടരുത്. ഇന്നത്തെ കോട്ട കഴിഞ്ഞു. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.